എല്ലാവർക്കും കർത്താവിൻ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ഇടവേള കൂടാതെ വളരെ പുറത്തു വന്ന് നിങ്ങളെ സന്ദർശിക്കാൻ ഒരവസരം ഉണ്ടായത് ഓർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എല്ലാവർക്കും കർത്താവിൻ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ോടും ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവരോടും കർത്താവിൻ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മളെ അർത്ഥത്തിലൊരു മാതൃകാ സഭയാണ്. സമൂഹത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സഭയായിട്ടാണ് ഞാൻ ഈ അസംബ്ലിയെ മനസ്സിലാക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങളോട് വളരെയേറെ ആദരവും വിശ്വസ്തതയും പുലർത്തുന്ന ഒരു അസംബ്ലി ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ദിവസങ്ങളിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഉപദേശ സത്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ നിൽക്കുക എന്നുള്ളത് എല്ലാ സഭകൾക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ പോലും അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്നൊക്കെയുള്ള ചിന്താഗതി വർദ്ധിച്ചു വരികയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി യാതൊരുവിധമായ ഒത്തുതീർപ്പുമില്ലാതെ നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഒരർത്ഥത്തിൽ അങ്ങനെ നിൽക്കുന്ന വിശ്വാസികൾക്കും ദൈവദാസന്മാർക്കും വളരെയേറെ പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ദൈവവചനത്തിന് വേണ്ടിയാണെന്നുള്ളതിൽ അഭിമാനം കണ്ടെത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ദൈവവൈതങ്ങൾ. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് എനിക്കൊരു സർപ്രൈസായിട്ട് തോന്നിയ ഒരു കാര്യം, ഈ മോനെങ്കിലും മനുഷ്യനും എന്നത് എനിക്കത് അത്ഭുതമായിട്ട് തോന്നി. ഒരു നാളായി അവരെ കണ്ടിട്ട് ഇങ്ങനെ അവസരം സംജാതമാക്കി അവർ വന്നതിന് പ്രത്യേകം കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ വരവിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് ഒരു പ്രാവശ്യം കൂടെ പരസ്പരം കാണുവാൻ ദൈവം അവസരം നൽകിയതോർത്ത് ദൈവത്തെ. നമ്മുടെ പ്രിയ സഹോദരൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ 2 ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തു വിജ്ഞാനമാണ്. ക്രിസ്തോളജി, മലയാളത്തിൽ മറ്റൊരു വാക്ക് ക്രിസ്തു ശാസ്ത്രം എന്നുള്ളത്. എന്നാൽ ഈ ക്രിസ്തു ശാസ്ത്രത്തിനും രക്ഷാകർതൃ ശാസ്ത്രത്തിനും ഒക്കെ ഈ 2 ദിവസത്തേക്ക് വിളിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാര്യം ഈ ക്രിസ്തു ശാസ്ത്രം എന്നൊക്കെ പറയുന്നത് 2 ദിവസം കൊണ്ട് ഒന്നും നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഞങ്ങള് ദൈവദാസന്മാർ ഇവിടെ വന്ന ഒരു ഔട്ട്ലൈൻ, ഒരു ബാഹ്യരൂപം, ബാഹ്യരേഖ നിങ്ങൾക്ക് തരുന്നു തന്നെ ഉള്ളൂ. നിങ്ങൾ തുടർന്ന് പഠിക്കുകയാണ് ആവശ്യം. ദൈവവചനം ഞാൻ പരിശോധിച്ചപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് ദൈവദാസനായ പൗലോസ്ലീഹ രക്ഷിക്കപ്പെടുന്ന സന്ദർഭം, താൻ മാനസാന്തരപ്പെടുന്ന രംഗം പുസ്തകന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലാണ് അതിന്റെ ആദ്യ ഭാഗം രേഖപ്പെടുത്തിയത്. അതിലെ കർത്താവിന്റെ ദർശനം ഉണ്ടായപ്പോൾ താൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 5-ാം വാക്യം, നീ ആരാകുന്നു കർത്താവേ? ദൈവ ദർശനം പ്രാപിച്ച എല്ലാ ദൈവമക്കളുടെയും അന്തരാത്മാവിൽ ആദ്യം ഉണ്ടാകേണ്ട ചോദ്യം ഇതാണ്, എന്റെ കർത്താവ് ആരാ?
യേശു കർത്താവിനെ പഠിക്കുക എന്നുള്ളതാണ്. കർത്താവ് അത് തന്നെയാണ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാം എൻ്റെ അടുക്കൽ വരണം, വന്നാൽ നിങ്ങൾക്ക് ഞാൻ ആശ്വാസം തരും. അടുത്ത വചനം എന്താ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുകയും. അതിന്റെ മൂന്ന് ഭാഷയിൽ എന്നോട് പഠിക്കുകയെന്നല്ല, ഇത് ശരിക്കുമുള്ള വിവർത്തനം എന്നെ പഠിക്കുകയെന്നല്ല. കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്ന ആളോട് കർത്താവ് തന്നെ പറയുന്നത് എന്താ? നിങ്ങൾ എന്നെ പഠിക്കണം. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ആത്യന്തികമായ ലക്ഷ്യം, ഞാൻ പറയുന്ന എന്നോടൊപ്പം ചിന്തിക്കുകയും ഹൃദയത്തിൽ സന്തോഷിക്കുകയും കൂടെ ചെയ്യും. ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം കർത്താവിനെ അറിയുക എന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കുക, കർത്താവിനെ അറിയുന്നതോടുകൂടെ ദൈവജനത്തിലെ എല്ലാ ഉപദേശ സത്യങ്ങളും അതിനോടുകൂടെ നമ്മൾ പഠിക്കേണ്ടി വരും. യേശുക്രിസ്തുവിനെ നമ്മൾ ഗ്രഹിക്കാൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തു എന്ന ഒരു വിഷയം മാത്രമല്ല, ബൈബിളിലെ സമസ്ത വിഷയങ്ങളും അതിനോട് ചേർത്ത്, കാരണം യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടാണ് തിരുവെഴുത്തിലുള്ള എല്ലാ ഉപദേശങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചപ്പോൾ അമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് കർത്താവ്, രണ്ടുപേരോട്, ശിഷ്യന്മാർ എന്ന് ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയായിരിക്കില്ല, പ്രളയോഭാവം ഭാര്യയുമാണെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? പഴയ നിയമ തിരുവെഴുത്ത്, പഴയ നിയമ തിരുവെഴുത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട്? പഴയ നിയമത്തിൽ കളിക്കുന്ന ചോദ്യമാണ്, ലളിതമല്ലേ? എന്തുകൊണ്ടും ആലോചിക്കേണ്ട, ഇതൊക്കെ പെട്ടെന്ന് ഉറച്ചു ഉത്തരം പറയണ്ടേ, കാരണം നമ്മൾ ബ്രദറുകാരല്ലേ. എത്ര പുസ്തകമുണ്ട്? ജീവനങ്ങളാണ് എന്നിട്ടും പറയും, ഉറക്കെ പറയുന്നത് 39 പുസ്തകങ്ങളാണ് പഴയ നിയമത്തിൽ. ഇത്രയും സില്ലി ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഉത്തരം പറയാൻ. ഇത്രയും സില്ലി ക്വസ്റ്റ്യനൊക്കെ ഞങ്ങളോട് ചോദിക്കാവോ? അപ്പോ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം പുസ്തകം ഞാൻ കരുതി കൂട്ടി പറഞ്ഞു. ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? എബ്രായ ബൈബിളിൽ 39 പുസ്തകം ഇല്ല, 24 പുസ്തകം. അതിന്റെ കാരണം എന്താണ്? കണ്ടൻസ്, ഉള്ളടക്കത്തിൽ യാതൊരു വ്യത്യാസവും. രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്തങ്ങളുടെ പുസ്തകവും ശമൂവേലിന്റെ പുസ്തകം എല്ലാം നമ്മൾക്ക് 1ഉം 2ഉമാണ്. 1ഉം 2ഉം ശമൂവേൽ, 1ഉം 2ഉം ദിനവൃത്താന്തം, 1ഉം 2ഉം രാജാക്കൻ. പക്ഷേ എബ്രായ തിരുവെഴുത്തിൽ അങ്ങനെയില്ല, 1ഉം 2ഉം ഇല്ല, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് എഴുതിയിരിക്കുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളില് ഹോശേയ മുതൽ മലാഖി വരെയുള്ള 12 പുസ്തകങ്ങൾ ഒറ്റ പുസ്തകമായിട്ട് എഴുതിയിരിക്കുന്നു. പേരെഴുതിയിട്ടുണ്ട്, പക്ഷെ ഒറ്റ പുസ്തകമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉള്ളടക്കത്തിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് അവരുപയോഗിക്കുന്ന തിരുവെഴുത്തിൽ, പഴയ നിയമ പുസ്തകത്തിൽ തിരുവെഴുത്തിൽ എത്ര 24 പുസ്തകം ഞാൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് കർത്താവ് ഈ എമ്മാവുസിലേക്ക് പോയ അവരോട് അവർ തർക്കിച്ച് ബാധിച്ചൊക്കെയാണ് പോകുന്നത്. അതൊക്കെ നമുക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. കർത്താവ് അവരോട് സംസാരിച്ചപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരുന്നു. ഉണ്ടോ? അപ്പോൾ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒരാളെ കുറിച്ച്. ആരെ കുറിച്ചാ? യേശുക്രിസ്തുവിനെ കുറിച്ചാ. പഴയ നിയമത്തെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 മോശയുടെ ന്യായപ്രമാണം അഥവാ പഞ്ചഗ്രന്ഥങ്ങൾ, 2
പ്രവാചക പുസ്തകങ്ങൾ, 3 സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടത്തിൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏതാ? 150 സങ്കീർത്തനങ്ങളുണ്ട്. യഹൂദ കൺസെപ്റ്റിൽ അവരുടെ വിഭജനം അനുസരിച്ച് ഈ ഒരു പുസ്തകം മാത്രമല്ല കേട്ടോ, അനേക പുസ്തകങ്ങൾ എന്നോട് ചേർത്തുണ്ട്. ഞാനിപ്പോ അതൊന്നും എടുക്കാൻ നിവർത്തിയില്ലല്ലോ, നമ്മുടെ വിഷയം അതല്ലോ. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാന പുസ്തകങ്ങളുണ്ട്, കവിതാ പുസ്തകങ്ങളുണ്ട്, കീർത്തനങ്ങളുണ്ട്, ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങളിലെല്ലാം ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ. പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ തന്റെ ലേഖനത്തിൽ താൻ പറയുന്നുണ്ട്, മുൻ പ്രവചിച്ച പ്രവാചകന്മാർ എന്ത് ചെയ്തു? 2 വിധത്തിലാണ് പ്രവചിച്ചത്. ഒന്ന്, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിന്നെ പിൻവരുന്ന മഹിമയും. പിൻവരുന്ന മഹിമ, ഇംഗ്ലീഷിൽ തേജസ് എന്ന് പറയാം, മൗത്ത് എന്ന് പറയാം. അപ്പോ യേശുക്രിസ്തുവിനെ പഴയ നിയമത്തിൽ 2 വിധത്തിലാണ് അവതരിപ്പിച്ചത്. ഒന്ന്, കഷ്ടമനുഭവിക്കുവാൻ വരുന്ന കഴിഞ്ഞ പ്രാവശ്യത്തിൽ പറഞ്ഞേ, കഷ്ടമനുഭവിക്കുവാൻ വരുന്ന ക്രിസ്തു. 2, മഹിമയോടെ വരുന്ന ക്രിസ്തു, മഹത്വത്തോടെ വരുന്ന ക്രിസ്തു. അപ്പോ പഴയ നിയമം മുഴുവൻ ക്രിസ്തുവാണ്. പുതിയ നിയമം എന്തിനാ എഴുതിയത് തന്നെ? പുതിയ നിയമം എഴുതിയത് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾക്കുണ്ടാകാനാണ്. നമ്മള് ദൈവിക തൃത്വത്തെ കുറിച്ചാണെങ്കിൽ ക്ലാസ്സുകളിലൂടെ വരുന്നത്. അപ്പോ ദൈവിക തൃത്വത്തെ കുറിച്ച് ഇവിടെ ക്ലാസ് എടുക്കും. ഇത് സംബന്ധിച്ചാണ് ക്രൈസ്തവ ലോകത്തിൽ ഒരുപാട് സംശയങ്ങളുള്ളത്. ഇപ്പം ബ്രദറുകാരുടെ ഇടയിലും ചെറിയ തോതിലുള്ള സംശയങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇത് പലരും ചോദിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ നിരന്തരം വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. നല്ല ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അദ്ദേഹം ഈ തൃത്വം സംബന്ധിച്ചുള്ള വിഷയം എന്നോട് പങ്കുവെച്ചു. എങ്ങനെ ഇതൊന്ന് ഗ്രഹിക്കാൻ പറ്റുന്നത്? ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു, അത് നമ്മൾ മാത്രമല്ല, വലിയ വലിയ മഹാപണ്ഡിതന്മാർ ശ്രമിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിന് ഞാനൊരു ദൃഷ്ടാന്തം പറഞ്ഞത് ഇതാ. സെയിന്റ് അഗസ്റ്റിൻ, അദ്ദേഹം അഗസ്റ്റിനോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പിന്നീട് ആരായി? രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ക്രൈസ്തവ ലോകം അദ്ദേഹത്തെ വിശുദ്ധനായ അഗസ്റ്റിനോസ് എന്ന് വിശേഷിപ്പിച്ച് അറിയപ്പെടുന്നു. അദ്ദേഹം ഈ തൃത്വത്തെ കുറിച്ചിരുന്നു പഠിക്കാൻ അദ്ദേഹം ചൂടാ. തനിക്ക് ഒരു ലക്ഷ്യം തരാനുമില്ലാതെ ഒടുവിൽ താൻ തന്റെ മുറി വിട്ട് കടൽ തീരത്തൂടെ ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ഒരു കൊച്ചുകുട്ടി ആ കടൽ തീരത്ത് ഒരു കുഴി കുഴിച്ചിട്ട്, സാമാന്യ അവന്റെ കഴിവനുസരിച്ചൊരു അവനതൊരു വലിയ കുഴിയാണ്. ആ കുഴി കുഴിച്ചിട്ട് അവനെന്ത് ചെയ്യുന്നറിയോ? ഈ കടലിന്റെ വെള്ളം കോരിക്കൊണ്ടുവന്ന് കുഴിക്കകത്തോട്ട് ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കും. സെയിന്റ് അഗസ്റ്റിൻ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നീ എന്തോടാ ചെയ്യുന്നത്? ഞാൻ കുഴിച്ചിട്ടുള്ള ഈ വെള്ളം കൊണ്ട് നീലാപ്പിച്ചു. അപ്പൊ ആ കുഞ്ഞു പറഞ്ഞു, ഞാൻ ഈ ഈ കുളത്തിനകത്ത് കടല് ഇവിടെ ഈ കുളത്തിലോട്ടാക്കാൻ ശ്രമിക്കുക. അഗസ്റ്റിനോസ് സന്തോഷമായി. ഇതാ എന്റെ മഹാകടല് പോലെയുള്ള ത്രിത്വം എന്ന വിഷയം എന്റെ ഈ ചെറിയ കുളത്തിനകത്ത് ഈ തലയ്ക്കകത്തോട്ട് ആക്കാൻ ശ്രമിച്ച എന്നെ പോലെ വിദ്യയാരുണ്ട് എന്ന് താൻ ചിന്തിച്ച് സമാശു. ഞാൻ പറയട്ടെ,
തൃത്വം ത്രിയേകത്വം ഈ രണ്ട് വിഷയങ്ങള് ദൈവജനത്തിലുള്ള ഒരു കാര്യമാണ്. മൂന്നാളത്വങ്ങളുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മം. ഒരിക്കൽ ഒരാൾ പ്രസംഗിച്ചപ്പോ ചോദിച്ചു, ഇത് മൂന്നും ഒന്നാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, അശോകചക്രം പോലെയാണോ ഇരിക്കുന്നത്? ഈ ദൈവദൂഷണത്തിനൊക്കെ നമ്മൾ എന്താ മറുപടി പറയുക? എന്താ മറുപടി പറയുക? ഇതൊക്കെ ന്യായവിധി ദിവസത്തിൽ ഇവരൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ചെറിയ രീതിയിലൊന്നും ആയിരിക്കുകയാണ്. ദൈവത്തെ ആക്ഷേപിക്കരുത്, എന്റെ നാമം വൃഥ എടുക്കരുത്. നമുക്ക് കുഞ്ഞു കളിക്കാനുള്ള ഒരാളല്ല ദൈവം. എന്തായാലും മൂന്നാളത്വമുണ്ട് അല്ലേ? പിതാവുണ്ട്, പിന്നെ പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. മൂന്നാളത്വങ്ങളുണ്ട്. അത് മൂന്ന് ആളത്വങ്ങൾ തന്നെയാണ്. മൂന്ന് ആളത്വങ്ങൾ തന്നെയാണ്. പക്ഷെ അവർ തത്വത്തിൽ ഒന്നാണ്. ഇതാണ് വേറെ ദിവസവും പഠിപ്പിക്കുന്നത്. ഞാൻ തൃത്വത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. ഇവിടെ വരും ദൈവദാസൻ അത് പഠിപ്പിച്ചത്. ഇത് ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, തൃത്വത്തിൽ രണ്ടാമനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രിസ്തു വിജ്ഞാനം അഥവാ ക്രിസ്തു ശാസ്ത്രം എന്ന് പറയുന്നത്, ക്രിസ്റ്റോളജി എന്ന് പറയുന്നത്. നമ്മള് തിരുവെടുത്ത് പഠിച്ചാൽ പൗലോസപ്പോസ്തലന്റെ ചോദ്യം ഇതായിരുന്നു. കർത്താവിനെ താൻ കണ്ട പ്രഥമ ദർശനത്തിൽ താൻ ചോദിച്ച ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? ഞാൻ ഒരു ഭാഗം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. തന്റെ ജീവിത സായാഹ്നത്തിൽ താൻ എഴുതിയ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പി ലേഖനം. ആ ലേഖനം എഴുതുന്ന കൂട്ടത്തിൽ പൗലോസ് എഴുതിയ ലേഖനമാണ് ഫിലേമോൻ എഴുതിയ ലേഖനം. കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ്. ഫിലിപ്പി ലേഖനം കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണല്ലോ. അപ്പൊ ഈ ലേഖനം എഴുതുമ്പോ താൻ ഒരു വയസ്സനായെന്നാണ് ഫിലേമോന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്താ? പൗലോസ് എന്ന വയസ്സൻ. താൻ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്ന എങ്ങനെയാ? അവൻ വൃദ്ധനായി. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് പൗലോസിന്റെ ഏതാണ്ട് 32-ാമത്തെ വയസ്സിലായിരിക്കണം താൻ രക്ഷിക്കപ്പെട്ടതെന്നാണ് പണ്ഡിത അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം ആരായി? വൃദ്ധനായി അല്ലേ? ഈ ലേഖനം എഴുതുമ്പോൾ താന് വൃദ്ധനായി. ആ വൃദ്ധനായ മനുഷ്യൻ ഇത്രയും വർഷങ്ങള് നമ്മളെപ്പോലല്ല കേട്ടോ. നമ്മളിപ്പം ബൈബിള് തുറന്ന് വായിച്ചാണ് യേശുകർത്താവിനെ മനസ്സിലാക്കി. പക്ഷെ ഇദ്ദേഹത്തിന് ഉണർന്നിരിക്കുന്ന സമയവും ഉറങ്ങുന്ന സമയവും എല്ലാം എന്തിരിക്കുക? കർത്താവിന്റെ വെളിപാടുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ പോലല്ല. യേശു കർത്താവിനെ പൗലോസ് അറിഞ്ഞതും പഠിച്ചതും നമ്മൾ പഠിക്കുന്ന പോലെ അല്ല. ഞാൻ തന്നെ പറയുന്നുണ്ട്, എന്താ? വെളിപാടുകളുടെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കുവാൻ എന്നെ കുത്തുവാൻ നിഗളിച്ചു പോകത്തക്ക വിധത്തിലുള്ള വെളിപാടുകളുടെ ആധിക്യം ലഭിച്ച ഒരു ദൈവദാസന. ആധിക്യം എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്. ആ ദൈവദാസൻ നമ്മൾ പഠിക്കുന്ന പോലെയല്ല, നമ്മൾ അറിയുന്നത് പോലെയല്ല. നമ്മുടെ കർത്താവിനെ അറിഞ്ഞത് ഏതാണ്ട് അറിയേണ്ടതുപോലെ തന്നെ കർത്താവിനെ അറിഞ്ഞ ഒരു ദൈവദാസൻ. അദ്ദേഹം ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ നോക്കുകയും, ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ക്രിസ്തു വിജ്ഞാനീയം എന്ന വാക്ക് തന്നെ ഉണ്ട്. വേറൊരു വിധത്തിലായിരുന്നു. എന്താ? എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ആ പരിജ്ഞാനം നോക്കണം. പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഇന്ത്യയിൽ നിന്നും എന്റെ സഹോദരി സഹോദരന്മാരെ, ഇപ്പോഴും എന്ന് താൻ പറഞ്ഞതിനൊരർത്ഥമുണ്ടല്ലേ? ഇപ്പോഴും ഞാൻ ഛേദമെന്ന്
എണ്ണുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇപ്പോഴും എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞത് വെച്ചൊന്ന് പറയാമോ? ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വയസ്സനായല്ലോ. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇത്രയും വർഷമായി ഇപ്പോഴും ഈ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എന്ത് ചെയ്യുക? എല്ലാം ചവറെന്നുക, എല്ലാം ഛേദമെന്ന് എണ്ണുക. ഞാനിപ്പം അത്രയും പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. അടുത്ത് ഞാൻ പറയുന്നത് നോക്കണം. 9-ാം വാക്യത്തിൽ ഞാനൊന്ന് വായിച്ചു പോകാം. ഞാൻ തന്നെ വായിച്ചോളാം സമയലാഭത്തിന്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ട. നമുക്ക് ഈ വചനം വെച്ച് പൗലോസിനോട് ഒരു ചോദ്യം ചോദിക്കുക. ഇതുവരെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടിയില്ല. രക്ഷിക്കപ്പെട്ടിട്ട് ഇത്രയും കൊല്ലമായില്ലേ? നിങ്ങൾക്ക് ഇതുവരെ ക്രിസ്തുവിനെ കിട്ടിയില്ലേ? ചോദിക്കുന്നതിന്റെ അർത്ഥം വല്ലതും മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ വിചാരമല്ല, നമ്മുടെ പോക്കറ്റില്ല. ആരോ രക്ഷിക്കപ്പെട്ടിട്ട് 10-32 വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 10-40 വർഷത്തോളം ആയിട്ടും ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് നേടാൻ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ കർത്താവിന്റെ ദിവ്യ സ്വഭാവങ്ങളിൽ പലതും ഇനിയും പൗലോസിന് കിട്ടാനുണ്ട്. പൗലോസ് പറയുന്നത് എന്താ? എനിക്ക് ക്രിസ്തുവിനെ നേടണം. രണ്ടാമത് താൻ പറയുന്നു നോക്കിയ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കുന്നു. ഞാൻ ഈ ഭാഗത്തിനൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ ജ്ഞാനവിഷമങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട് ടൈറ്റില്. ആ ടൈറ്റിൽ പൗലോസിന്റെ അത്യാഗ്രഹം. ഞാൻ കൊടുത്ത ടൈറ്റിൽ ഇത് വായിച്ചിട്ട് നമ്മുടെ ഒരു വിശേഷം തന്നെ പറഞ്ഞത് അത് അത്ര നല്ലൊരു ടൈറ്റിൽ അല്ല. ഞാൻ പറഞ്ഞു അല്ലെങ്കിലും അതവിടെ ഈ മാറ്റാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഇത് പൗലോസിന്റെ അത്യാഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ? എനിക്ക് ഇനി യേശുവിനെ നേടാനുണ്ട്. കണ്ട് ഇവിടെത്താൻ പറയുന്നത് എന്താ? എനിക്ക് അവനിൽ ഇരിക്കും. ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിനെ നേടാതെ ക്രിസ്തുവിലാകാതെ ഒരാൾക്ക് രക്ഷിക്കപ്പെടാൻ കഴിയില്ല. അപ്പൊ പൗലോസ് ഉപദേശം അറിയാം. ഉപദേശം അറിയുന്ന ഒരാൾ ഇങ്ങനെ എഴുതുക, യുഗത്തിൽ അരമണിക്കൂർ നേരം മൗനം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? നമ്മൾ ഇനി എത്ര ദൂരം പോകാനാണ്? ഈ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കുറച്ച് സൺഡേ സ്കൂളുമൊക്കെ പഠിച്ച് രക്ഷിക്കപ്പെട്ട് വേറെ ഉത്സവത്തിൽ അന്ന് കുറെ നാളിലൊക്കെ അറിയാൻ എഴുന്നേറ്റതിന് വേണ്ടി എന്ന ഒരു പ്രസംഗമൊക്കെ നടത്താൻ ഒരു ക്ലാസ് ഒക്കെ എടുക്കാനുള്ള കഴിവായി കഴിഞ്ഞാൽ നമ്മളെക്കാൾ വലിയ പുള്ളികൾ വേറെ അപ്പണം. കർത്താവുമായി നിമിഷം പ്രതി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു ദൈവദാസൻ പറയുകയാണ്, എനിക്ക് ഇനിയും എന്റെ കർത്താവിനെ, എനിക്കിനിയും എന്റെ കർത്താവിൽ വസിക്കാനുണ്ട്. ഇതാണ് ഈ ക്രിസ്തുവോളജി അഥവാ ക്രിസ്തു ശാസ്ത്രം, ക്രിസ്തുവിജ്ഞാനം എന്ന് പറയുന്നത് പ്രായോഗിക ഉപദേശം. ഇത് തലച്ചോറ് വലുതാക്കുന്ന ഉപദേശമല്ല കേട്ടോ. എന്നെ പോലുള്ള ദൈവദാസന്മാരെ വിളിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ബുദ്ധി വലുതാക്കാൻ വേണ്ടി ഇതൊന്നും പഠിക്കരുത്. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്.
നോക്കിയേ, ഞാൻ ഈ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് അടുത്ത് നമ്മുടെ വിഷയത്തിൽ ഞാൻ ഇതുവരെ കയറിയില്ല, പഠനത്തിൽ കയറി. ഇനി നോക്കുക, അവനിൽ ഇരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? 10-ാം വാക്യം നോക്കി, അവന്റെ മരണത്തോട് എനിക്ക് മരണത്തോട് ഇത് ഒരിക്കൽ എന്നേക്കുമായി ക്രിസ്തുവിനോടുകൂടെ മരിച്ച മരണം മാത്രമല്ല, പിന്നെ എനിക്ക് ദിനം പ്രതി മരിച്ചുകൊണ്ടേയിരിക്കണം. അവന്റെ മരണത്തോട് എനിക്ക് അനുരൂപപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇതൊക്കെ വലിയ ആശയങ്ങളല്ലേ പ്രിയപ്പെട്ടവര്? ഇതൊക്കെ വലിയ സത്യങ്ങളല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുമ്പോഴല്ലേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകുന്നത്, യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നത്. ഒരർത്ഥത്തിൽ ഇതൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ നമുക്ക് ഫലങ്ങൾ ഉണ്ടാക്കുന്നു. കർത്താവിന്റെ മരണത്തോട് എനിക്ക് അനുഭവിക്കാം. അടുത്ത് നോക്കി എന്താ എഴുതിയിരിക്കുന്നത്? അവനെ, ആ ഒരു വാക്ക് വിടരുത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. അവനെയും പിന്നെ അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയെയും എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. ഞാൻ ഇത് മൂന്നും കൂടെ ചേർത്തെന്ന് പറഞ്ഞു പോലെ ഇത് ഞാനിത് സ്തോത്രത്തോടു കൂടെ പറയട്ടെ, പ്രാർത്ഥനയോടെ പറയട്ടെ. പൗലോസ് കൂടെ പറഞ്ഞു, എന്താ? എനിക്ക് അവനെ അറിയണമെന്നല്ല, പിന്നെ എനിക്ക് അവനെ അനുഭവിച്ചറിയണം. ക്രിസ്തു വിജ്ഞാനി, ക്രിസ്തു ശാസ്ത്രം അറിയേണ്ടത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ എങ്ങനെയാ അറിയേണ്ടത്? ക്രിസ്തുവിനെ ആസ്വദിച്ച് അനുഭവിച്ച് അറിയണം. അവനെ നീ വിധിക്കുക, അല്ലേ? ശരണമായി ഒക്കെ പാടാറുണ്ടല്ലോ. കർത്താവിനെ എന്ത് ചെയ്യുക? രുചിച്ച് അറിയുക. എനിക്ക് അവനെ അറിയണം. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ അവനെ അറിയണം. പിന്നെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അവനെ അനുഭവിച്ചറിയണം. 2, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ച് അറിയണം. എന്റെ ദൈവത്തിന് സ്തോത്രം. പുനരുദ്ധാനത്തിന്റെ ശക്തി എത്രയുണ്ട്? യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ശക്തി എത്രയുണ്ട്? ആ ശക്തിയുടെ അളവറ്റ വലിപ്പമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യലേഖനം 1-ാം അധ്യായത്തിൽ. അതെനിക്ക് എന്തോ ചെയ്യണമെന്നാ പറഞ്ഞു. യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. പിന്നെ അനുഭവിക്കാൻ എളുപ്പമല്ലേ? ഏത്? പുനരുത്ഥാനത്തിന്റെ ശക്തി സാധിക്കുമെങ്കിൽ അനുഭവിച്ച് അതിനെ കൊള്ളാവുന്ന എല്ലാവർക്കും ആഗ്രഹമില്ല. അടുത്തതോ? അറിയാം. മുൾക്കിരീടം വെച്ച് തലയിലടിക്കുമ്പോഴുള്ള ആ സുഖം എന്നറിയാൻ ഒരു നിരപരാധിയെ ഒരു മരക്കുരിശിനോട് ചേർത്ത് ആണി വെച്ച് ആഞ്ഞടിച്ച് പരസ്യമായിട്ട് ഒരു കള്ളം നിൽക്കുന്നു, ഒരു പെരുങ്കള്ളം നിൽക്കുന്നു എന്ന് ലോകത്തിൽ പരസ്യമാക്കാൻ വേണ്ടി കുരിശി ഉയർത്തി നിർത്തിയപ്പോൾ യേശു കർത്താവ് അനുഭവിച്ച ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഈ ക്രിസ്തുശാസ്ത്രം എത്ര പേർക്കാണ്?
ഈ ക്രിസ്തോളജി. ഇന്ന് ക്രിസ്തോളജിക്ക് ക്ലാസ് ഉണ്ട്, പക്ഷെ എല്ലാം ഇതാ. ഇതുപോലെയുള്ള പ്രായോഗിക വിഷയങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടും. ഞാൻ ഇത് വായിച്ചു മുന്നോട്ടങ്ങ് പോട്ടെ. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് ജീവിതത്തിൽ ഇതാണ് സാധിക്കുന്നത്. ബാക്കിയെല്ലാം എനിക്കെന്താ? ബാക്കിയെല്ലാം എനിക്ക് ചവറ. എന്നിട്ട് അടുത്ത വചനം, ഇവിടെ ഇരിക്കുന്ന ഈ വചനം അറിയാത്ത ഒരൊറ്റ വിശ്വാസം ഇവിടെ കാണും. സൺഡേ സ്കൂൾ പഠിക്കുന്നത് നിങ്ങൾക്ക് പോലും ഈ അടുത്ത വചനമാണ്. എന്താ എന്ന് ഞാൻ എന്താ തോന്നുന്നു, പിമ്പിലുള്ളത് മറന്നിട്ട് മുമ്പിൽ ഉള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി എന്ത് ചെയ്യുക? ാക്കിലേക്ക് ഓടുന്നു. ഈ വചനം സമയം ഇന്ന് വൈകിയാ തുടങ്ങിയെന്ന് തോന്നുന്നു. 1 പ്രാവശ്യത്തെ സമയം കിട്ടുന്നില്ല. പോക്കെ നോക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ വചനം ഒന്ന് ചിന്തിച്ചു നോക്കിയേണ്ട. എനിക്ക് മുമ്പിൽ ഞാൻ എത്തിച്ചേരേണ്ട ഒരു പോയിന്റ് ഉണ്ടല്ലേ, അതിന് എന്താ പറയുന്നത്? ഓട്ടക്കാര് എത്തിച്ചേരുന്ന ആ പോയിന്റിന്റെ പേരെന്താ? ഫിനിഷിംഗ് പോയിന്റ്. അപ്പൊ എനിക്ക് ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്, അവിടോട്ട് ഞാൻ ഓടുക. എന്താ ഫിനിഷിംഗ് പോയിന്റ് എന്നറിയാമോ? നോക്കിയേ, അവിടെ എഴുതിയിരിക്കുന്ന 12ാം വാക്യം നോക്കിയ ഫിനിഷിംഗ് പോയിന്റ് എന്താണെന്നറിയാമോ? ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ. എന്റെ പ്രിയമുള്ളവരെ, പൗലോസപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഇത്രയും കാലം ഓടിയിട്ട് 38-40 വർഷം ഓടാൻ തുടങ്ങിയിട്ട് ഞാൻ ഇത്രയും കാലം ഓടിയിട്ടും എന്ത് ചെയ്തിട്ടില്ല? ലഭിച്ചു കഴിഞ്ഞിട്ടില്ല. പിന്നെ തികഞ്ഞവൻ. അയ്യോ, ഇത് ചിന്തിച്ചേ, നമ്മുടെ സ്വഭാവം ഇങ്ങനെയാണെന്നറിയാം. നമ്മൾ മറ്റുള്ളവരെ കാണുന്നു, നമ്മളെ കാണുന്നത് എങ്ങനെ? അറിവിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്ന് വർത്താനൊക്കെ പറയുന്നു. നമ്മളെ കാണുന്നു, നമ്മൾ വലിയ തികഞ്ഞ ആളുകളാണ്. എനിക്ക് കുറവും ഒരു കുറവും ഇല്ല. ലോകോദിശേഷം ഇല്ല. ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല. എന്നാൽ പൗലോസ് പറയുകയാണ്, എനിക്ക് മുട്ടുണ്ട്. എനിക്കെന്താ കിട്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ തികഞ്ഞവൻ ആയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുക? എനിക്ക് ക്രിസ്തുവിനെ പ്രാപിക്കണം. യേശു ക്രിസ്തു എനിക്ക് അന്യനാണ്. ഇന്നും യേശു ക്രിസ്തു എനിക്ക് അകലെയാണ്. എനിക്ക് കർത്താവിനെ പ്രാപിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുക? ഓടുകയാണ്. ഇതാണ് ഒരു ആത്മീകന്റെ ലക്ഷണം. ഇതാ ഒരു ആത്മീകന്റെ ലക്ഷണം. ഇതാ ഒരാത്മീകനെ ഇത് പറയാൻ പറ്റും. നമുക്ക് ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് 8 ലിറ്റർ വേറെ കുത്തിക്കിട്ടും പറയാം. എന്റെ കർത്താവേ, നിന്റെ ആ സ്വഭാവത്തിന്റെ അടുത്തെങ്കിലും ഞാൻ എത്തിച്ചു. അടുത്തെങ്കിലും ഞാൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ അനുഗ്രഹിക്കണം, എന്നെ സഹായിക്കണം. പൗലോസ് ആഗ്രഹിച്ചതുപോലെ, പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ
നമ്മുടെ ജീവിതത്തിലൊന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾക്ക് സാധിക്കും. ഞാനിവിടെ ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് 13 പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യാം, ഓടുകയാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ നേരത്തെ പറഞ്ഞെന്താ, എനിക്ക് അവനെ നേടണം. എനിക്ക് യേശുക്രിസ്തുവിനെ നേടണം. യേശുക്രിസ്തുവിനെ എനിക്ക് തനി നാടൻ മലയാള ഭാഷ പറഞ്ഞാൽ ക്രിസ്തുവിനെ പൂർണ്ണമായി എനിക്ക് ആർജിക്കണം. ഞാൻ ഒരു വാക്ക് പറയട്ടെ. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ പഴയ വീടിന്റെ വരാന്തയിൽ ഒരു സോഫയുടെ തൊട്ടതായ ഒരു പുൽപ്പായിട്ട് ഈ പുസ്തകം തുറന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു ഭാഗം വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ദൈവാത്മാവ് പറഞ്ഞ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. യേശു കർത്താവ് ഗെത്സമനയിലേക്ക് പോയ രംഗം. ഗേറ്റിൽ 8 പേരെ ഇരുത്തി, പിന്നെ 3 പേരെയും കൊണ്ട് തോട്ടത്തിനുള്ളിലേക്ക് പോയി. ആരാ? പത്രോസ്, യാക്കോബും യോഹന്നാൻ. ഇന്നർ സർക്കിളിലെ അഥവാ അന്തർവൃത്തത്തിലെ അപ്പോസ്തലന്മാരാണ്. അവരെയും വിട്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഒരു കല്ലേറ് ദൂരത്ത് പോയി. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന ഒരു ചിന്ത, നീ എത്ര ആത്മീയനായാലും എത്ര വലിയ ഭക്തനായാലും യേശു ക്രിസ്തു നിനക്ക് ഒരു കല്ലേറില്ല. സഹോദരന്മാരെ, നമ്മളെ കർത്താവ് നമുക്കൊന്നും ഒരു കല്ലേറ്, നമുക്ക് നമ്മുടെ കർത്താവിനെ കാണും. അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എടുത്ത അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ദൈവവചനത്തിലെ എല്ലാ ഉപദേശങ്ങളും തിയററ്റിക്കലായിട്ട് മാത്രം പഠിച്ചാൽ പോരാ, പ്രാക്ടിക്കലാണ്. ആത്മീക ഉപദേശങ്ങളാണ്, അപ്പോൾ തന്നെ അത് പ്രായോഗിക ഉപദേശങ്ങൾ. അതുപോലെ ക്രിസ്തു ശാസ്ത്രം എന്താണ്? നമ്മൾ ദിനം പ്രതി കർത്താവിനെ പഠിക്കുമ്പോൾ സാധിക്കുന്ന ഒരു കാര്യം, നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കൂടെ അറിഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം. അവനോട് എനിക്ക് എന്ത് ചെയ്യണം? അനുരൂപിച്ചു. ചൈനയിലെ ഒരു സംഭവം അവർ ജോൺ കുര്യൻ ഒരിക്കൽ പറഞ്ഞത്, ഒരു സൂം മീറ്റിംഗ് പറഞ്ഞത്, ഞാനിവിടെ അന്ന് സംബന്ധിച്ച് ഒരു പ്രത്യേക മീറ്റിംഗ് ആയിരുന്നു, ഞാൻ സംബന്ധിച്ചതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ചൈനയിൽ ചെന്ന് ഒരു മിഷണറി ഒരു വിശേഷം ചോദിച്ചു പോലും അവിടെ ഒരു ഗ്രാമത്തിലെ ആളുകളോട്, നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ ഗ്രാമവാസികൾ പറഞ്ഞ മറുപടി കേട്ടു, ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല, പക്ഷേ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്. വീണ്ടും ചോദിച്ചു, ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്. ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞങ്ങളുടെ ഈ രാജ്യത്ത് വാച്ച്മാൻ ലീ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്, നിങ്ങൾ അയാളെ കണ്ടിട്ടുണ്ട്. അയാളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതാരാ? ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് എല്ലാ ഇടങ്ങളിലും നിന്നത്, നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് പഠിക്കുന്നവരായിട്ടും മാത്രമേ, പിന്നെ നമ്മൾ ക്രിസ്തുവിനോട് എന്ത് ചെയ്യുന്നു? കർത്താവ് എന്ന് പറഞ്ഞ
ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അറിയപ്പെട്ടത് ക്രിസ്തു എന്ന പേരിലാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എഴുതിയപ്പോൾ ഒരു അല്പം എഴുത്തിപ്പോഴും ആരംഭിച്ചിട്ടുണ്ട്. എഴുതിയപ്പോൾ ഞാൻ എഴുതിയ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാനത് പറയുക. ബൈബിളിൽ 4 സുവിശേഷങ്ങൾ, അക്ഷരങ്ങളിൽ എഴുതപ്പെട്ട 4, എന്നാൽ ലോകത്തിന് ഈ 4 സുവിശേഷങ്ങൾ കൊണ്ട് ഒരു പക്ഷെങ്കിൽ രക്ഷിക്കപ്പെടാൻ സാധിച്ചു എന്ന് പറയുന്നത്. ഈ ലോകത്തിന് വായിക്കാൻ കഴിയുന്ന 5ാമത്തെ സുവിശേഷമായിരിക്കണം നമ്മുടെ ജീവിതം. ഒരു വാചകം ചോദിക്കട്ടെ. ഞാൻ ഫിലിപ്പിയ ലേഖനം 1:27 എഴുതിയപ്പോഴാണ് ഞാൻ ആ ഭാഗം എഴുതിയത്. ഞാൻ ആ സന്ദർഭം വിശദീകരിക്കുന്നില്ല. നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്തുകൊണ്ടാണ് ജനം വിശ്വസിക്കാത്തതെന്നറിയാം. നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷവും നമ്മൾ ജീവിക്കുന്ന സുവിശേഷവും രണ്ടും അതെ. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം അവിടെ 2 പദമുണ്ട്. സുവിശേഷത്തിന്റെ വിഷുവാണ്. 2 സുവിശേഷത്തിന് യോഗ്യമാവണ്ണം. ഞാനത് 2 കൂടെ ചേർത്താണ് എഴുതിയത്. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുമ്പോഴാണ് സുവിശേഷം കേൾക്കുന്നവരെന്ത് ചെയ്യുന്നത്? സുവിശേഷത്തിന് നമ്മളെ സഹായിക്കും. അപ്പോൾ ക്രിസ്തുവിജ്ഞാനീയം എന്ന് പറയുന്നത് പ്രായോഗികമായ ഈ ക്രിസ്തുശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാനത് ഇന്നൊരു തുടക്കം എന്ന നിലയിൽ പറയാം. 3ആയിട്ട് വിഭജിച്ചാണ് ക്രിസ്തുവിജ്ഞാനീയം നമ്മൾ പഠിക്കേണ്ടത്. വളരെ എളുപ്പമാണ്. പഠന സൗകര്യത്തിന് വേണ്ടി ഇതിപ്പം 10, 15 തീർച്ചയായിട്ടൊക്കെ ഓരോരുത്തര് അവരുടെ സൗകര്യത്തിന് വിഭജിക്കാറുണ്ട്. എന്നാൽ പഠന സൗകര്യത്തിന് വേണ്ടി എളുപ്പം പഠിക്കാൻ വേണ്ടി 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ആ നിലയിൽ സഹായിച്ച ഒരു വലിയ തിയോളജി ഉണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം എന്നെ വളരെ സഹായിച്ചു. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ഭൂതകാല വെളിപാടുകളാണ്. ദ പാസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് യേശുക്രിസ്തുവിന്റെ ഭൂതകാല വെളിപാടുകളാണ്. ഞാൻ ഈ വെളിപാടെന്ന് പറയുമ്പോ എന്തെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഈ വെളിപാടാണോ ശരി, വെളിപ്പാടാണോ ശരിയാണ്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭാഷ കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാൾ. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളാരും ഈ മീറ്റിംഗ് കഴിയുമെന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, പരസ്പരം ഉണ്ടാക്കരുത്, എന്നോടും പറഞ്ഞുണ്ടാക്കരുത്. വെളിപാട് കൂടുതൽ ശരി. വെളിപാട്, റെവലേഷൻ എന്ന വാക്കിന്റെ മലയാള നാമശബ്ദം വെളിപാട്. വെളിപ്പാട് എന്നുള്ളത് ക്രിയാശബ്ദമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം നാമമാണോ ക്രിയയാണോ? ഒരു പുസ്തകത്തിന്റെ പേര്, ഏതെങ്കിലും ഒന്നിന്റെ പേരായ ശബ്ദത്തിന് എന്താ പറയുന്നത്? നാമം. അപ്പോൾ ഈ പുസ്തകത്തിന്റെ പേരാണ് ഏത്? വെളിപ്പാടെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അതങ്ങനെയല്ല വരേണ്ടത്. പിന്നെ എങ്ങനെ വരേണ്ടത്? ശരിക്കുമുള്ള രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന നിങ്ങൾ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടാൽ മതി. അല്ലെങ്കിൽ എഴുത്തൊക്കെ അവരെഴുതുന്ന എഴുത്തുകൾ, സാഹിത്യകാരന്മാർ എഴുതുന്ന എഴുത്തുകളൊക്കെ ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. അവരെല്ലാം ഉപയോഗിക്കുന്ന വെളിപാടെന്നുള്ള വാക്കാണ്. വെളിപ്പാട് അവർ ഉപയോഗിക്കുക എപ്പോഴാണെന്നറിയാമോ? അത് ക്രിയയായിട്ട് വരുമ്പോൾ. വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളെ അറിയപ്പെടുന്നത് വെളിപാടെന്നാണ്. വെളിപ്പെടുത്തപ്പെട്ട, അത് ക്രിയ. ആ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ അത് ഒരു പുസ്തക രൂപേണോ പ്രസംഗ രൂപേണോ വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്താ? അത് വെളിപാടാണ്. ഇതാണ് ആക്കി വെളിപാടാണ്. വേറെ ആരും വെളിപ്പാടെന്ന് പറഞ്ഞാൽ സുരേഷ്മാരെ വെളിപാടെന്ന് പറയുന്നെന്ന് പറഞ്ഞാൽ ശരിയല്ല.
എത്തിപ്പോവാം. അപ്പോ പാസ്റ്റ് മാനിഫെസ്റ്റേഷൻ, യേശുക്രിസ്തുവിന്റെ ഭൂതകാല വെളിപാടുകൾ, അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ആദ്യത്തെ സബ്ജക്റ്റ് ക്രിസ്തോളജി. രണ്ട്, പ്രസന്റ് മിനിസ്ട്രി, ദ പ്രസന്റ് മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ വർത്തമാനകാല ശുശ്രൂഷ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വർത്തമാനകാല ശുശ്രൂഷ, അതാണ് പഠനത്തിലെ രണ്ടാം ഭാഗം. മൂന്നാമത്തെ ഭാഗം ദ പ്രോസ്പെക്റ്റീവ് മാജസ്റ്റി ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ ഭാവികാല മഹത്വം. കേട്ടോ, വളരെ ലളിതം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ലളിതമാക്കണ്ട, വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. ഈ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചു പഠിക്കുകയാണെങ്കിൽ എളുപ്പം നമ്മൾക്കത് പഠിക്കാൻ സാധിക്കും. എന്തൊക്കെയാ എന്ന് പറയാമോ? ഒന്ന്, യേശുക്രിസ്തുവിന്റെ ഭൂതകാല വെളിപാടുകൾ. രണ്ട്, യേശുക്രിസ്തുവിന്റെ വർത്തമാനകാല ശുശ്രൂഷ. മൂന്ന്, യേശുക്രിസ്തുവിന്റെ ഭാവികാല മഹത്വം. ഞാന് തുടക്കത്തിൽ ഇങ്ങനെ പറയട്ടെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു. ക്രിസ്തുവിനെ കൂടാതെ ഇതിനെ പറയേണ്ട കാര്യമില്ല, എന്തില്ല, ക്രൈസ്തവ മാർഗം ഇല്ല. രണ്ടാമത്, ഞാനത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ടല്ലോ, 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്ന എന്താ? ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലാണ്. എല്ലാവരും സഹായിക്കണം. ക്രിസ്തു യേശു ആരാണ്? മൂലക്കല്ലാണ്. ക്രൈസ്തവ മാർഗത്തിന്റെ ദൈവസഭയുടെ മൂലക്കല്ലാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 1 കൊരിന്ത്യർ 3:10 പറഞ്ഞു, ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ക്രിസ്തുയേശുവാണ് എന്ത്? അടിസ്ഥാന കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു വിശ്വാസത്തിന്റെ ആണിക്കല്ല് കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ ഒരു വാക്കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് പറയട്ടെ. ക്രിസ്ത്യാനിറ്റിയുടെ സ്ഥാപകൻ ആരാണ്, ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? മതത്തിന്റെ സ്ഥാപകൻ ആരാ? ക്രിസ്തു ആണെന്നൊക്കെ ഇതിലേക്ക് മാർക്ക് കിട്ടുകയല്ലോ. ചോദ്യം വന്നാൽ അങ്ങനെയൊക്കെ എഴുതി വെച്ചത് കേട്ടോ, ഇങ്ങനെ എഴുതി വെച്ചോ. പക്ഷേ ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനമല്ല, പിന്നെ യേശുക്രിസ്തുവാണ് ക്രിസ്തു മാർഗം. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു. ഇതിൽ ഇപ്പോൾ ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവിന്റെ പാസ്റ്റ് മാനിഫെസ്റ്റേഷൻ, യേശുക്രിസ്തുവിന്റെ ഭൂതകാല വെളിപാട്, അതിനെക്കുറിച്ച് ഞാന് 2-3 ഭാഗങ്ങളൊന്ന് പറയാം. ഒന്ന്, പിതാവായ ദൈവത്തോട് കൂടെ യേശുക്രിസ്തു വിരാജിച്ചിരുന്ന ഭൂതകാലം. ഇത് കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. ഒരു വചനം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തില്, അധ്യായത്തിന്റെ പ്രത്യേകതയുണ്ട്. എന്താ? കർത്താവിന്റെ പ്രാർത്ഥനയാണ്. അവിടെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ താൻ ആവർത്തിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. അത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. 24-ാം വാക്യം നൽകി. 24-ാം വാക്യം, 17-24. പിതാവേ,
ഈ വാക്യത്തിന്റെ ലളിതമായ ഒരു വ്യാഖ്യാനം പെട്ടെന്ന് ഞാൻ പറയാം. എന്താ? അതാവേ, ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് എവിടെ ഇത്രയുള്ള എന്റെ ആ വാക്യത്തിന്റെ സാരസമുദ്രം പ്രധാനമായിട്ടും അതാ. എന്താ? അതാവേ, ഈ ലോകം നീ സ്ഥാപിക്കുന്നതിന് മുമ്പ്, ഈ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാന് എവിടെ ആയിരുന്നു? നിന്റെ കൂടെ ആകാം. അവിടെ എനിക്ക് എന്തുണ്ടായിരുന്നു? ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, എനിക്ക് അന്ന് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം ഇവർ കാണണം, അവർ കാണാൻ വേണ്ടി ഇവർ എന്റെ കൂടെ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമാണ്. എന്ത്? ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവായ ദൈവത്തോടുകൂടെ യേശുക്രിസ്തുവിന് ഒരു മഹത്വം ഉണ്ടായിരുന്നു. പിതാവിനോടുകൂടെ പുത്രനുണ്ടായിരുന്ന മഹത്വം. ആ മഹത്വം ഏതാണ്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് ഒന്ന് നോക്കാം. 2-ാം അധ്യായത്തിന്റെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യങ്ങൾ. 2-ന്റെ. അപ്പോൾ പിതാവായ ദൈവത്തോടുകൂടെ ലോകസ്ഥാപനത്തിനു മുമ്പ് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മഹത്വം ഏതാ? ദൈവരൂപത്തിലിരിക്കുന്ന ഒരു മഹത്വം. അപ്പൊ ദൈവത്തിന് രൂപമുണ്ടോ? ചിലര് വിചാരിച്ചിരിക്കുന്ന ദൈവം അരൂപിയാണ്. അരൂപി എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്തവനൊന്നല്ല. അരൂപി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? രൂപമില്ലാത്തവൻ. അത് അരൂപി എന്ന് പറയുന്നു. ദൈവത്തിന് രൂപമുണ്ടോ? ദൈവം ആത്മാവോ? ഉണ്ടോ? ഇപ്പൊ തന്നെ കുഴച്ചിലായില്ലേ? ആത്മാവിന് രൂപമുണ്ടോ? ആത്മാവിന് രൂപമുണ്ടോ? ഉണ്ട്. ആത്മസ്വരൂപൻ എന്ന ദൈവത്തെ വിളിക്കുന്നത്. ആത്മസ്വരൂപൻ. ദൈവത്തിന് എന്തുണ്ട്? രൂപമുണ്ട്. പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും 3 ആളത്വങ്ങൾക്കും എന്തുണ്ട്? ഉള്ള രൂപമേതാ? ദൈവത്തിനേതാണോ രൂപം, ആ രൂപമാണ് ഈ 3 ആളത്വങ്ങൾക്കുമുള്ളത്. ഇനിയും ഈ ദൈവത്തിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ വേറെ ഭാഗം ഞാൻ പറയാം. ഇന്ന് വീട്ടിൽ പോയി വായിക്കുമോ? കാലം കഴിച്ചിട്ട് കിടക്കാനുള്ള പരിപാടി അല്ലേ? വായിക്കുമോ? വായിക്കണം. ഏതാ? 17-ാം സംഖ്യ. ദൈവത്തിന് കണ്ണുണ്ട്, ദൈവത്തിന് ചെവിയുണ്ട്, ദൈവത്തിന് കൈയുണ്ട്, ദൈവത്തിന് കാലുണ്ട്, ദൈവത്തിന് മുഖമുണ്ട്. ഇതൊന്ന് വായിക്കണം കേട്ടോ. എന്നുവെച്ച് ഞാൻ ഒരു ഹോംവർക്ക് എടുക്കാം. നാളെ വന്ന് എന്നോട് പറയാമോ എവിടൊക്കെയാ ഈ കയ്യും കാലും കണ്ണും മൂക്കും ഓക്കെ രൂപം എന്നൊക്കെ? ഒരു 15-ാം വാക്യം നൽകി. നിന്റെ മുഖത്തല്ല. അപ്പൊ ദൈവത്തിന് മുഖമുണ്ടോ? ദൈവത്തിന് മുഖമുണ്ടോ? ഞാനോ നീതിയിൽ നിന്റെ ഉണ്ടല്ലോ. എങ്ങനെ രീതി നമുക്ക് പോയി കാണാം. എങ്ങനെ ആ മുഖം ഇരിക്കുന്നത് നമുക്ക് പോയി കാണാം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. പിന്നെ രൂപമുണ്ടോ? ഞാൻ ഉണരുമ്പോൾ എന്നെയും നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അപ്പൊ ദൈവത്തിന് രൂപമുണ്ടോ? ഇനി ആരും അബദ്ധപഞ്ചാംഗം പറയരുത്. ദൈവത്തിന് മുഖമുണ്ട്, പിന്നെ ദൈവത്തിന് രൂപമുണ്ട്. സ്തോത്രം.
ഞാൻ ആ വചനം ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ വളരെയേറെ ആദരിക്കുന്ന ദൈവദാസൻ MM സക്കറിയാച്ചായൻ ഈ വചനം എപ്പോഴും പറയാം. അത് ഒരിടത്ത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടപ്പോഴാണ് ഞാനതറിയുന്നത്. കണ്ടോ, കേട്ടവർക്ക് മനസ്സിലായല്ലോ. അപ്പം അദ്ദേഹം പറയുന്നു ഈ വാക്യം എങ്ങനെയാണെന്നറിയാം. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ നോക്കിയോ, ആ വചനം എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഉണരുമ്പോൾ ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അതെങ്ങനെയാ മലയാളത്തിലേക്ക് ശരിക്ക് വിവർത്തനം ചെയ്താൽ എങ്ങനെയാ എഴുതേണ്ടതെന്നറിയാമോ? ഞാൻ നിന്റെ സാദൃശ്യത്തിൽ ഉണരുമ്പോൾ, ഞാൻ നിന്റെ സ്വരൂപത്തിൽ ഉണരുമ്പോൾ ഞാൻ നിന്റെ മുഖം കണ്ട് സന്തോഷിക്കും. അപ്പം ദൈവമക്കള് പുനരുദ്ധാനം ചെയ്യാൻ പോകുന്ന ആരുടെ സ്വരൂപത്തില്? അതുകൊണ്ടല്ലേ വാക്യത്തിന്റെ ഞാൻ പറയാം, നമ്മുടെ വിഷയം അതല്ലാത്തോണ്ട് ഞാൻ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലുണ്ട്. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ. ഇനി നമുക്ക് ഫിലിപ്പിയർ 2-ലേക്ക് വരാം. ദൈവത്തിന് രൂപമുണ്ട്, ദൈവത്തിന് മുഖമുണ്ട്. ആ സ്വരൂപത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ യേശു കർത്താവിന് എന്തുണ്ടായിരുന്നു? പിതാവിനോടൊപ്പം മഹത്വം ഉണ്ടായിരുന്നു. തീർന്നില്ല. ഈ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഫിലിപ്പിയർ 2-ന്റെ 6-ാം വാക്യത്തിന്റെ അടുത്ത വാചകം നോക്കി. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് ദൈവത്തിന് സമനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവത്തിന്റെ രൂപത്തിലിരുന്നു. 1. 2, ആരായിരുന്നു? ദൈവത്തിന്റെ സാദൃശ്യമെന്നൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. പിന്നെ ദൈവത്തിന് സമനായ ദൈവമായിരുന്നു കർത്താവായ യേശു. ഇതാണ് കർത്താവായ യേശുവിന്റെ ലോകസ്ഥാപനത്തിന് മുമ്പ്. ഞാൻ നിങ്ങൾ അതിനകത്ത് കുറ്റവും കുറവൊന്നും കണ്ടുപിടിക്കാൻ നോക്കരുത്. ഞാൻ ഈ പറയുന്ന പോലെ മനസ്സിലാക്കണം. ഈ ഭൂമി ഉളവാകുന്നതിന് മുമ്പ് വരെ, അല്ലെങ്കിൽ മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തോടൊപ്പം പിതാവിന് സമനായി വിരാജിച്ചിരുന്ന ഒരു ഭൂതകാല മഹത്വം കർത്താവായ യേശുക്രിസ്തുവിന് ഉണ്ട്. പിതാവായ ദൈവത്തിന് സമനായി വിരാജിച്ചിരുന്ന ഒരു ഭൂതകാല മഹത്വം കർത്താവായ യേശുവിന് ഉണ്ട് എന്നുള്ളതാണ് ക്രിസ്തു വിജ്ഞാനത്തിന്റെ ഭൂതകാല കർത്താവിന്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും യേശുക്രിസ്തുവിന്റെ അവസ്ഥ, യേശുക്രിസ്തു ആയിരുന്ന ശരി. 2 3 മിനിറ്റ്, അതുകൊണ്ട് ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. അടുത്തത് ഈ കാലഘട്ടം ഇങ്ങനെ തുടർന്ന് ആദാം വരെ വന്നു. ആദാം വരെ. അപ്പോ ഭൂമിക്കൊക്കെ ഭൂമിയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവത്തിന് പ്ലാൻ ഉണ്ട്. എന്താ? മനുഷ്യനെ നിർമ്മിച്ചു. മനുഷ്യനെ നിർമ്മിക്കാൻ ദൈവം തുറന്നിട്ട് പരിശുദ്ധാത്മാവായിട്ട് ആലോചിക്കുന്നത്. 1:26, ഉൽപ്പത്തി 1:20. നമ്മുടെ അറിവ്
ഇവിടെയൊക്കെ വലിയ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതും നമ്മളെ അംഗീകരിച്ചേ പറ്റുള്ളൂ അല്ലേ? പിതാവും പുത്രനും മാത്രം സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ സംഭാഷണം വ്യക്തിത്വം തമ്മിലുള്ള സംഭാഷണം. ദിവസവും ശരിക്കും പഠിക്കണം. ഈ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണപരമായ ബൈബിളിലെ ചില വേദഭാഗങ്ങൾ ഞാൻ മെനക്കെട്ടിരുന്ന് പഠിക്കാൻ ശ്രമിച്ചത്. കോൺവെർസേഷൻ പാർട്സ് ഓഫ് ദ ബൈബിൾ. അത് എവിടെയാണെന്നറിയാമോ? എവിടൊക്കെയാണെന്നറിയാമോ? അതിലൊന്ന് ഏതാണെന്നറിയാമോ? ഇതാ. രണ്ടാമത്തെ ഏതാണെന്നറിയാമോ? 3-ാം അധ്യായം. നമ്മിൽ ഒരുത്തനെ പോലെ ആകാതിരിക്കാൻ എന്ത് ചെയ്യും? ആരൊക്കെ തമ്മിൽ പറഞ്ഞു ഇതൊന്നും പിടി കിട്ടുന്നില്ലെന്ന് തോന്നി. ഞാൻ വേറെ ദിവസമോ പറയുന്നത് നമ്മിലൊരുത്തനെ. ഇതാരോട് പ്രശ്നം? ഇപ്പൊ മനുഷ്യനായിട്ട് ആരും ഉള്ള അവിടെ രണ്ടുപേരെ ആരൊക്കെ പരമോ കുഞ്ഞുങ്ങളെ, സഹോദരിമാരെ, മക്കളെ, പെൺമക്കളൊക്കെ കൊണ്ടുവന്നു. ഇതെല്ലാം പിടികിട്ടുന്നോ? പതിനൊന്നാം അധ്യായം. ഇവരീ പണി പണിതാൽ ഇവരെന്ത് ചെയ്യും? ഏതാ? നാം ഇറങ്ങിച്ചെന്ന ഭാഷകൾ. ആരോട് ഇങ്ങനെ കുറെ വേദഭാഗങ്ങളുണ്ട് കേട്ടോ. അതാരുമായിട്ടുള്ള സംഭാഷണമാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചുള്ള സംഭാഷണമാണ്. സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നമുക്കിന്റെ ബാക്കിയൊക്കെ ദൈവം അനുവദിക്കുന്ന അത്തരം കാര്യങ്ങൾ പിന്നാലെ ചിന്തിക്കുക. ഇതൊരു മഹാവിഷയം, ഇതൊരു മഹാസമുദ്രമാണ്. പഠിച്ചാൽ തീർത്തില്ല. അവിടെ കർത്താവായ യേശു ക്രിസ്തുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും ചേർന്നാണ് മനുഷ്യ നിർമ്മിതി നിർവഹിക്കുന്നത്. കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും പൂർവ്വപിതാവായ ആദാമിനെ നിർമ്മിക്കുമ്പോൾ പിതാവായ ദൈവം മാത്രമല്ല, പിന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അവിടെ ഉണ്ടായി. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ. വേദപണ്ഡിതന്മാർ എല്ലാവരും ഒരുമിച്ച് പറയുന്ന ഒരു ആശയമുണ്ട്. എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി വരാനായി എടുക്കാൻ പോകുന്ന രൂപത്തിലാണ് ദൈവം ആദത്തിന് യേശുക്രിസ്തു നമ്മുടെ രൂപത്തിൽ വരാൻ കാരണം എന്താണെന്നറിയാം? മനുഷ്യനെ നിർമ്മിക്കുമ്പോൾ തന്നെ അവരൊരുമിച്ച് ഡിസൈൻ ചെയ്ത രൂപമാണ്. നമുക്ക് നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പൊ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനും ദൈവത്തിനും മുന്നിൽ ഈ മഹാദൈവം പൂർവകാല നിത്യതയിൽ ദൈവരൂപത്തിലിരുന്ന, ദൈവത്തിന് സമനായിരുന്ന നമ്മെ താൻ മനുഷ്യത്വം സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കേണ്ട രൂപത്തിൽ മെനഞ്ഞ നിർമ്മിച്ച ഒരുവനായ കർത്താവ് നമുക്ക് വേണ്ടി ഒരു മനുഷ്യനായി പാപത്തിന് ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ ഭൂതകാല മിനിസ്ട്രിയിൽ ഒന്നാണ് പാപ പരിഹാര. കർത്താവിനെ സഹായം. ഈ കർത്താവിനെ നമ്മൾക്ക് അറിയാൻ ശ്രമിക്കാം. അറിഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. അറിയാൻ ശ്രമിക്കാം. ഒപ്പം കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മളെ സമർപ്പിക്കാം. കർത്താവിനെ